ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ലില്ലി വരെ പോയതാ. പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതാ ഭയങ്കര കാറ്റൊക്കെയാണ്, കാറ്റും മഴയും. ഇവിടെ മഴയില്ലാത്ത ദിവസങ്ങളില്ല അല്ലേ ബേബി? അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങിയേക്കുവാണ്. ബിരിയാണി വെക്കാൻ അറിയാത്തവരും ബിരിയാണി വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ഞങ്ങൾ നടക്കുവാണ്. താഴെ റെയിൽവേ ട്രാക്കാണ്, കാണുന്നുണ്ടോ ഗൈസ്? ഞങ്ങളിതുവരെ വീട്ടിലെത്തിയില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ചിക്കൻ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് എല്ലാ ചിക്കൻ്റെ എല്ലാ പീസസിലും ഈ ഒരു മസാല പിടിക്കണം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1 hour റെസ്റ്റ് ചെയ്യാം. പൊടികളുടെയൊക്കെ അളവ് എനിക്കും അത്ര ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല, ഒരു ഊഹത്തിലങ്ങ് ഇട്ടതാണ് കേട്ടോ. അതാണ് കറക്റ്റ് എമൗണ്ട് പറയാതിരുന്നത്. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് സവോള ഫ്രൈ ചെയ്യാൻ. ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. നല്ല രീതിയിൽ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സവോള എല്ലാം ഒരേ തിക്നെസ്സിൽ വേണം നമ്മൾ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കുറച്ച് നല്ലപോലെ ഫ്രൈ ആവും, ചിലത് ഫ്രൈ ആവത്തില്ല, ആ ഒരു അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ അത് വലിയൊരു ഭംഗി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എല്ലാം ഒരേ തിക്നെസ്സിൽ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്കിത് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു മണമൊക്കെ ആട്ടോ. അപ്പോൾ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു സവോള ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ബാക്കി വന്ന എണ്ണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാൻ എടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, സവാള ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ഓയിലിന് ഭയങ്കര ഒരു ഫ്ലേവറാണ്. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വെച്ചുണ്ടാക്കിയാൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതല്ല, ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് സവോളയാണ്. ഞാനൊരു 4 കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്നാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി, ഭയങ്കര ഡാർക്കൊന്നും ആവണ്ട. കുറച്ച് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മസാലയൊക്കെ ഇട്ടു. ഇതിലേക്ക് മസാലയായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ പെപ്പർ, ഇത് ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. അപ്പം മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന്, എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ മസാലയും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇനി ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ആ ഒരു ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം, ഒരു 20 to 25 minutes. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മുടെ റൈസ് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു 2 ഗ്ലാസ് റൈസ് എടുത്ത് ഒരു 1/2 hour കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് വെച്ച് അതിനെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു റൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അരമണിക്കൂറിൽ കൂടുതൽ കുതിരാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2
ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് വെള്ളം ആണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വെള്ളം ഒഴിച്ചു. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മൾ നേരത്തെ ഒണിയൻ ഫ്രൈ ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ എണ്ണ ഉണ്ട്. അപ്പോൾ എണ്ണ ഒരു സ്പൂൺ എണ്ണ അതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് ഞങ്ങൾ അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട ആ ഒരു വെള്ളമാണ്, അതിങ്ങനെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ തിളച്ച ഉടനെ തന്നെ നമുക്ക് റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസ് നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം വറ്റുമ്പോൾ ഇത് റെഡിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് 2 to 3 മിനിറ്റ്സ് മതിയാവും നമുക്ക് ആ ഒരു തിളച്ചതിന് ശേഷം വെക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി വെന്ത് പോവും, കുഴഞ്ഞു പോവും. അതുകൊണ്ട് അത് മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ റൈസ് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു 3 മിനിറ്റ്സ് ആണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറി എല്ലാം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ദം ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ റൈസ് എല്ലാം ഇട്ട് കൊടുക്കുക. പരത്തി വെക്കാണ്ടിരിക്കാൻ നോക്കുക. ഇങ്ങനെ ജസ്റ്റ് റൈസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഓണിയൻസ് ഉണ്ടല്ലോ, അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതും നെയ്യിൽ വറുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയൊക്കെ ഉള്ളവരാണെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാം. അടിപൊളിയായിരിക്കും, നല്ലൊരു ഫ്ലേവറാണ്. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി തൂവി കൊടുക്കുക. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ നമ്മൾ വെച്ച് അടച്ചു വയ്ക്കുക. എന്നിട്ടൊരു ഹാഫ് ആൻ അവർ, ഒരു 1 അവർ ഒക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ടൈം ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ ദം ചെയ്തിട്ട് തുറക്കുമ്പോൾ അടിപൊളി മണവും ടേസ്റ്റും ഒക്കെ. നമ്മുടെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഭയങ്കര മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, അടിപൊളി മണമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിട്ട് വന്നു, ഒത്തിരി വെന്തൊന്നും പോയില്ല. ഇനി ടേസ്റ്റ് എങ്ങനെയാവും എന്നുള്ളത് അറിയത്തില്ല. സോ ലെറ്റ്സ് സീ. ഇതേ കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. ഇങ്ങനെ വരുമെന്ന് പോലും വിചാരിച്ചില്ല. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു അല്ലേ ബേബി? പപ്പടവും പിന്നെ സാലഡും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പപ്പടം ഇല്ലാതെ നമുക്ക് ബിരിയാണി ഇല്ലേ. എങ്ങനെയുണ്ട് കണ്ണ? അടിപൊളി. ബിരിയാണി കഴിച്ചിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മൾ ഇന്നലെ ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്രോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ബിരിയാണി, നമ്മളെ തട്ടിക്കൂട്ട് ബിരിയാണി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ.